ഏതാണ് ഉളുഹിയ്യത്ത്? സയ്യിദുനാ ഇബ്രാഹിം സാനിൽ ബശരി ശറഫൻ വഫളൻ വസാനിൽ അംബിയാ റുത്ബതൻ വഫളൻ. സയ്യിദുനാ ഇബ്രാഹിം ഖലീലുർ റഹ്മാൻ സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉളുഹിയ്യത്ത് നൽകി അല്ലാഹു തആല ഇറക്കി കൊടുത്ത ആടിന്. അതാണ് ആദ്യത്തെ ഉളുഹിയ്യത്തിന്റെ അറവ്. അത് ഓർമ്മക്ക് വേണ്ടി പിൽക്കാലത്ത് ആയിരക്കണക്കായ കൊല്ലം ആ ആടിന്റെ കൊമ്പും തോലുമെല്ലാം കഅബാലയത്തിൽ സൂക്ഷിച്ചു. ആയിരക്കണക്കായ കൊല്ലം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ്. ഓർമ്മ പുതുക്കൽ നിർബന്ധം. പിൽക്കാലത്തിൽ ആ സത്യം, ആ സുന്നത്ത് നാം നിലനിർത്തി ഉപേക്ഷിച്ചു. അതായത് ഇനി ലോകാവസാനം വരെയുള്ള ജനങ്ങൾ ആ ഓർമ്മ പുതുക്കണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഈ ഫദൈനാഹു ബിദിബിഹിൻ അലീം നടന്നത് 4000 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇന്ന് നടക്കുന്നത് അതിൻ്റെ ഓർമ്മക്ക് വലിയ വിലയുണ്ട്. എന്തും ആ ആടിനെ ഓർക്കൽ, ആടിനെ അറക്കുന്നത് ഓർക്കൽ. ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽപ്പെട്ട ദിവസങ്ങളാണ് ഇതെല്ലാം. ഈ ആഴ്ചത് 3 ദിവസം ഒന്നിച്ചു വരികയാണ്. ലൈലത്തു തർവിയ വ ലൈലത്തു അറഫ വ ലൈലത്തു ഈദിൽ അദ്ഹ. അപ്പം നമുക്കും ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് ഇന്ന്. ലൈലത്തു തർവിയത്താണല്ലോ നമുക്ക്, യൗമു തർവിയത്താണ്. പിന്നെ ഇതിലെല്ലാം ഉള്ള ഒരു വൈകാരികമായ ഭാഗം വേറെയുമുണ്ട്. എന്താണ് വൈകാരികമായ മറ്റൊരു ഭാഗം? ഈ വർഷം മാസം കണ്ട കണക്കനുസരിച്ച് അവർക്ക് ഇന്ന് യൗമു അറഫയാണ്. നമുക്ക് ഇന്ന് യൗമു തർവിയത്താണെങ്കിലും അവർക്കിന്ന് യൗമു അറഫയാണ്. അറഫായിൽ ലക്ഷോപലക്ഷം ആളുകൾ ഇതാ ഒരുമിച്ച് കൂടാൻ വേണ്ടി ഓടുകയാണ്. ഇന്ന് ളുഹ്റോടുകൂടെ അവർ അറഫയിൽ പ്രവേശിക്കും. ലക്ഷോപലക്ഷം ആളുകൾ. അറഫ ദിവസത്തെ പോലെ പിശാച് നിന്യനാകുന്നൊരു ദിവസം വേറെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് വളരെ സുവിദിതമാണ്. അത്ര ഇബ്ലീസ് നിന്യനും നിസാരനുമാകുന്ന വേറൊരു ദിവസവും ഞാൻ കണ്ടിട്ടില്ല. അപ്പം അവിടെ ലക്ഷോപലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടുകയാണ്. ഇന്ന് നമിറ പള്ളിയിൽ നിന്ന് ളുഹർ നിസ്കരിച്ച് അവർ അറഫയിൽ പ്രവേശിക്കും. അല്ലെങ്കിൽ അതിന് സമാനമായി പുറത്തുനിന്നോ മറ്റോ നിസ്കരിച്ച് അവർ അറഫയിൽ പ്രവേശിക്കും. ചില അറഫയിലെത്തി നിസ്കരിക്കുന്നവരുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അറഫയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അറഫയാണ്. ഹജ്ജിൻ്റെ ആത്മാവതാണ്. അത് അർക്കാനിൽപ്പെട്ടതാണ്. അതിന് പരിഹാരവും ഇല്ല. 9 ളുഹ്റോടുകൂടി ആരംഭിക്കുന്ന അറഫ സമയം 10 സുബഹയുടെ മുമ്പ് അവസാനിക്കും. അതിനിടയിൽ അറഫ നിന്ന് 1 സെക്കൻഡെങ്കിലും അറഫയിലെത്തിയവർക്ക് മാത്രമേ ഹജ്ജുള്ളൂ, ഇല്ലെങ്കിൽ ഹജ്ജില്ല. ഇതാണ് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ആത്മാവ്. ഹജ്ജ് എന്നാൽ അതാണ്. മാനവ സമൂഹത്തിൻ്റെ ചരിത്രമാണത്. മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹയെ അന്വേഷിച്ച് നടന്ന് ഇതുപോലൊരു ദിവസത്തിൽ സയ്യിദുനാ അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ കണ്ടുമുട്ടിയതാണ് ഹജ്ജിൻ്റെ ആത്മാവെന്ന് പറയപ്പെടുന്നു. അതിൽ നിന്നാണ് വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ഈ കാണുന്ന കൊടാനക്കോടി മനുഷ്യൻ്റെ ഒഴുക്ക് ഉണ്ടായത് ആ സംഗമത്തിൽ നിന്നാണ്. ഉമ്മ ഒരു സ്ഥലത്തും ബാപ്പ ഒരു സ്ഥലത്തുമാണ് വന്നത്. ഉമ്മ വന്നത് സറന്ദീപിലാണ്, ബാപ്പ വന്നത് സറന്ദീപിലാണ്, ശ്രീലങ്ക. ഇന്ത്യയാണെന്ന് അഭിപ്രായമുണ്ട്. ധാരാളം കിതാബുകളിൽ ഇന്ത്യയാണെന്ന് കാണുന്നുണ്ട്. അതിനർത്ഥം ജോഗ്രഫിക്കലി വന്ന വ്യത്യാസമാണ്. സറന്ദീപ് ശ്രീലങ്ക. ശ്രീലങ്കയും ഇന്ത്യയും അന്നൊന്നായിരുന്നു എന്ന് അനുമാനിക്കപ്പെടുന്നു. ജോഗ്രഫിക്കലി അനുമാനം. പിൽക്കാലഘട്ടത്തിൽ വന്ന വ്യത്യാസത്തിൽ വെള്ളം കയറിയതാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വ്യത്യാസമാണ്. സ്പീഡ് ബോട്ടിൽ ഇപ്പോഴും 1.5 മണിക്കൂർ വേണ്ട. രാമനാഥപുരത്ത് നിന്ന് ഒരു 1/2 മണിക്കൂർ വേണ്ട കൊളംബോയിലെത്താൻ.
ഇന്ത്യയുടെ മാപ്പ് വരച്ച ഒരാൾക്ക് മഷിത്തുള്ളിയിൽ നിന്ന് ഒരു പേനയിൽ നിന്നൊരു മഷിത്തുള്ളി ഉറ്റു വീണതുപോലെ തോന്നും ശ്രീലങ്ക. മാപ്പിൽ വരച്ചുകൊണ്ടിരിക്കുന്ന ആളെ കയ്യിൽ നിന്ന് ഒരു മഷിത്തുള്ളി വീണതുപോലെയാണ് ശ്രീലങ്ക നിൽക്കുന്നത്. ഒരു ചെറിയ വിടവേ ഉള്ളൂ. പിൽക്കാലഘട്ടത്തിൽ മറ്റു പല സംഗതികളും ഭൗമാന്തരീക്ഷത്തിൽ നടന്നിട്ടുണ്ടാവും. അപ്പോൾ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അടിസ്ഥാനപരമായി ഇന്ത്യ എന്ന് പറഞ്ഞാലും തെറ്റല്ല. ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗം തന്നെയായിട്ടാണ് ജോഗ്രഫിക്കലി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ആദം മൗണ്ടൻ എന്ന ഒരു മല അവിടെയുണ്ട്. സയ്യിദുന ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഇറങ്ങി എന്നാണ് പ്രധാന പക്ഷം, ചരിത്രകാരന്മാരുടെ പക്ഷം. ഹവ്വാ റളിയല്ലാഹു അൻഹ മക്കയിൽ നിന്ന് കുറച്ചു മാറി കടൽ തീരത്തിനടുത്ത് ജിദ്ദയിൽ വന്നിറങ്ങി എന്നും അഭിപ്രായം. അതുകൊണ്ടാണ് അതിന് ജിദ്ദ എന്ന് പേര് വന്നത്. ജിദ്ദയല്ല, സത്യത്തിൽ ഫസീഹി ലാംഗ്വേജിൽ ജദ്ദ എന്നാ പറയുക. ജിദ്ദ എന്നത് പിന്നീട് ലോപിച്ചു വന്നതാണ്. അല്ലെങ്കിൽ മലയാളികളോ മറ്റോ പറഞ്ഞപ്പോൾ വന്നതായിരിക്കാം. ഇപ്പോഴും അറബികൾ ജദ്ദ ജദ്ദ എന്ന് തന്നെയാണ് പറയുക. നമ്മൾ മലയാളികളും അതുപോലത്തെ അന്യനാട്ടുകാരുമാണ് ജിദ്ദ എന്ന് പറയാറുള്ളത്. അവർ ജദ്ദ എന്ന് തന്നെ പറയും. ജദ് വല്യുപ്പ, ജദ്ദ വല്യുമ്മ. ഇതാണ് പ്രധാന പക്ഷം. പിന്നെ അവർ പരസ്പരം അന്വേഷിച്ച് നടന്നു. അവർ ഇണകളായി ജീവിച്ചതാണല്ലോ സ്വർഗത്തിൽ. അങ്ങനെ അന്വേഷിച്ച് നടന്നു എന്നാണ്. 100 കൊല്ലം കഴിഞ്ഞപ്പോൾ കണ്ടുമുട്ടി എന്ന് അഭിപ്രായമുണ്ട്. അതിൽ കൂടുതലാണെന്നും അഭിപ്രായമുണ്ട്. ഭൗമ സാന്നിധ്യത്തിന് ശേഷം, ഭൂമിയിൽ അവർ വന്നതിന് ശേഷം 100 കൊല്ലം കഴിഞ്ഞാണ് അവർ തമ്മിൽ കണ്ടുമുട്ടിയത് എന്നാണ് ഒരഭിപ്രായം. അതിനേക്കാൾ കൂടുതലുള്ള അഭിപ്രായവും ഉണ്ട്. കുട്ടി ജനിച്ചപ്പോഴത്തിന് 300 കൊല്ലം കഴിഞ്ഞു എന്ന് ചില താരീഖിൽ കണ്ടിട്ടുണ്ട്. 300 കൊല്ലം കഴിഞ്ഞു കുട്ടി ജനിച്ചപ്പോൾ. ആദ്യത്തെ കുഞ്ഞ് ജന്മമെടുത്തത് 300 കൊല്ലത്തിന് ശേഷമാണ് എന്ന്. ഇസ്തിഹ്യാഅൻ മിൻ റബ്ബിഹി ജല്ല വഅല, അള്ളാഹുവിനോടുള്ള ലജ്ജ കാരണം തൻ്റെ ഭാര്യയെ ശാരീരിക ബന്ധം പുലർത്തിയില്ല സയ്യിദുന ആദം അലൈഹിസ്സലാം. എന്തുകൊണ്ട്? എന്നാൽ ആ പഴം കഴിക്കുക, ആ പഴത്തോട് അടുക്കുക എന്നൊരു കാര്യത്തിൽ ഭാര്യയുടെ ഒരു പ്രേരണ വന്നു എന്ന ഒരു വിഷമവും ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. ഇതൊക്കെ ബഹുമാനപ്പെട്ട മഹാന്മാരായ താരീഖികളായ അഇമ്മത്ത് പലയിടത്തായി രേഖപ്പെടുത്തിയതായി കണ്ടിട്ടുണ്ട്. 100 കൊല്ലം കണ്ടില്ല എന്ന അഭിപ്രായം ഒരുപാട് ആളുകൾ രേഖപ്പെടുത്തിയതായി കണ്ടിട്ടുണ്ട്. ഏതായാലും 40 കൊല്ലം തല ഉയർത്തിയില്ല എന്നുണ്ട്. ഫലം യർഫഅ റഅസഹു 40 സന ഹസ്രതൻ വനദാമ. അള്ളാഹുവിൻ്റെ ഹളറത്തിലുള്ള ഒരു പ്രത്യേകത, ആ പ്രത്യേകമായ സാന്നിധ്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഫലം യർഫഅ റഅസഹു, തല തൂക്കിയിട്ട് നടന്നു എന്നാണ്. ഫലം യർഫഅ റഅസഹു 40 സന, 40 കൊല്ലം തല ഉയർത്തിയില്ല ആദം അലൈഹിസ്സലാം. ഹസ്രതൻ വനദാമ, ദുഃഖം കൊണ്ടും ഖേദം കൊണ്ടും. അങ്ങനെയും അഭിപ്രായമുണ്ട്. അൽ ഉംദത്തു ഫി ശറഹിൽ ബുർദ എന്നൊരു കിതാബുണ്ട് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്. അവിടെ ഈ താരീഖിൻ്റെ ചില ഭാഗങ്ങൾ കാണാം. പ്രത്യേകിച്ച് വസ്തഫ്രിഖ് ദംഅ മിൻ ഐനിൻ ഖദിം തലഅത് മിനൽ മഹാരിമി വൽസം ഹിമ്യതൻ നദമി എന്ന വരിയുടെ വ്യാഖ്യാനത്തിൽ അല്ലാമ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അല്പം ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ശറഹായി വേറെയും കാണാം. ധാരാളം മുഫസ്സിറുകൾ, മുഹദ്ദിസുകൾ, ഷാരിഹുകൾ ഈ വിഷയത്തിൽ ഈ വരിയുടെ താഴെ ചർച്ച ചെയ്തിട്ടുണ്ട്.
താരീഖും ഈ വിഷയത്തിൽ കണ്ടിട്ടുണ്ട്. ഖത്തീബുൽ ബഗ്ദാദിയുടെ താരീഖുൽ അംബിയായിൽ ഇതിന് സമാനമായ വിശദീകരണങ്ങൾ കാണുന്നുണ്ട്. ഈ കിതാബുകളെല്ലാം ഇവിടെയുള്ള കിതാബുകൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ 40 കൊല്ലം തല ഉയർത്താതെ നടന്നു. 100-ാമത്തെ വർഷം ഭാര്യയെ കണ്ടുമുട്ടി. ശാരീരിക ബന്ധം പുലർത്തിയപ്പോഴത്തിന് 300 കൊല്ലമായി. ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഇതിനെല്ലാം കാരണം ഹസ്രത്തൻ വനദാമ. പിന്നെ ഭാര്യയെ ഭർത്താവും തമ്മിൽ കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടിയത് ഒരു ദുൽഹജ്ജ് 9 അന്ന് അല്ലാഹു ഹജ്ജിന് അറഫ നിശ്ചയിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട ഒരു പക്ഷം. ഇതാണ് അറഫ. അറഫ എന്ന് പറഞ്ഞത്, അറഫ എന്നത് ഒരു നാമമാണ്. പക്ഷേ അറഫ എന്നത് ക്രിയയിൽ വരുമ്പോൾ അറഫ എന്നത് അറിഞ്ഞു എന്ന അർത്ഥത്തിലാണ്. നാമശബ്ദത്തിൽ ഒരു ആത്ത ഉണ്ടാവും, നാമശബ്ദം മാറ്റുമ്പോൾ ആത്ത ഇല്ല. അറഫ, അറഫത്ത് അതൊരു നാമമാണ്. പക്ഷെ അറഫ എന്നാൽ അറഫ, അറഫ യഅരിഫു, അറഫ അറിഞ്ഞു. മൻ ആരാരെ അറിഞ്ഞു? പിതാവ് മാതാവിനെ അറിഞ്ഞു, മാതാവ് പിതാവിനെ അറിഞ്ഞു എന്നൊക്കെ അർത്ഥം. അതിൽ നിന്നാണല്ലോ ഇതൊക്കെ ഉണ്ടായത്. എല്ലാ പുണ്യങ്ങൾക്കും ഒരു എല്ലാ പുണ്യ ദിവസങ്ങളും ഒരു മഹത്വത്തിൻ്റെ ഓർമ്മയാണ്. ദീനിൽ ഓർമ്മക്ക് വലിയ വിലയാണ്. ഒക്കെ ഓർമ്മയാണ്. ഹജ്ജ് ഒരു ഓർമ്മയാണ്. ഹജ്ജ് ഒരു ഓർമ്മയാണ്. ഉംറ ഒരു ഓർമ്മയാണ്. സിയാറത്ത് ഒരു ഓർമ്മയാണ്. നമ്മൾ ഒരാളെ, ഇതൊക്കെ ഓർമ്മയാണ്. ഈ ഓർമ്മയെ നമ്മൾ നിസ്സാരവൽക്കരിക്കുമ്പോൾ ദീനിൻ്റെ ആത്മാവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഓർമ്മയെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ പരിശുദ്ധ റമളാനിൽ ലൈലത്തുൽ ഖദ്റിനെ നമ്മൾ ഉറപ്പിക്കുന്നു. ഉണ്ട്, ലൈലത്തുൽ ഖദ്ർ ഉറപ്പാണ്. എന്നാണ് ലൈലത്തുൽ ഖദ്ർ റമളാനിൽ? ഈ കാര്യത്തിൽ തർക്കമില്ല. മതാ തകൂൻ ലൈലത്തുൽ ഖദ്ർ എന്നായിരിക്കുമെന്ന് ഒരാൾ ഒരിക്കൽ ഇമാമുൽ അഅ്ലം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ ഇമാമുൽ അഅ്ലമിന്റെ മറുപടി ഫീ റമളാന എന്നായിരുന്നു. എന്നാൽ ലൈലത്തുൽ ഖദ്ർ റമളാനിലാണ് എന്ന് ഇമാമുൽ അഅ്ലം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, അല്ലാഹു ഒരു ദറജയേറ്റി കൊടുക്കട്ടെ, ചിന്തിക്കണം. അപ്പം അതിൻ്റെ ഇന്ന്, ഇനിയിപ്പോൾ അത് ഞാൻ പറയാനുള്ള കാരണം അതാ. ഇന്ന് എന്താ ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത? അത് പരിശുദ്ധ ഖുർആൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, അത് പരിശുദ്ധ ഖുർആൻ ലൈലത്തുൽ ഖദ്റിലാണ് ഇറക്കിയത്. അതാണ് ലൈലത്തുൽ ഖദ്ർ. എന്നാൽ ഇന്ന് ഖുർആൻ ലൈലത്തുൽ ഖദ്റിൽ ഇറങ്ങുന്നുണ്ടോ? ഇല്ല. 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് AD 632 ജൂൺ 8, അതാണ് മുസ്തഫ നബിയുടെ വഫാത്ത് സല്ലല്ലാഹു അലൈഹി. ഇന്ന് വരെ ലഭ്യമായ താരീഖിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം AD 632 ജൂൺ 8 പുണ്യ റസൂൽ വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. AD 571 ഏപ്രിൽ 20 പുണ്യ റസൂൽ ജനിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. AD 632 ജൂൺ 8 വഫാത്തായി പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഖബ്ല സലാസി ലയാലി മിൻ വഫാത്തി റസൂലില്ലാഹി വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഇതാണ് അവസാനമായി ഇറങ്ങിയ ആയത്ത്. ഇത് ഖബ്ല സലാസി ലയാലി മിൻ വഫാത്തി റസൂലില്ലാഹ് എന്ന് ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ റളിയല്ലാഹു അൻഹു തൻ്റെ ഇത്ഖാനിൽ രേഖപ്പെടുത്തിയതായി കാണാം. വേറെയും അഭിപ്രായമുണ്ടെങ്കിലും അതാണ് അവസാനം ഇറങ്ങിയ ആയത്ത്. അപ്പം ഈ ആയത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ കൊല്ലങ്ങൾ എത്ര? 1400 കൊല്ലം കഴിഞ്ഞില്ലേ? ആദ്യമായി ഇറങ്ങിയത് ലൈലത്തുൽ ഖദ്റിനാണ്. പക്ഷെ ഇന്നും ലൈലത്തുൽ ഖദ്റിന് വിലയുണ്ട്. അതെന്താണ്? അത് ഓർമ്മയാണ്. ഓർമ്മക്ക് വിലയുണ്ട്. ഓർമ്മക്ക് വിലയില്ല എന്ന് പറയുന്നത് ഒരു വഹാബി മൗഢ്യമാണ്. പെരുന്നാളിന് ഒരു വിലയുണ്ട്.
ഈദുൽ അദ്ഹ ഉൽഹിയത്തിന്റെ പെരുന്നാളാണ്. ഏതാണ് ഉൽഹിയത്ത്? ഏതാണ് ഉൽഹിയത്ത്? സയ്യിദുനാ ഇബ്രാഹിം സാനിൽ ബശരി ശറഫൻ വഫളൻ വസാനിൽ അംബിയാഇ റുത്ബതൻ വഫളൻ സയ്യിദുനാ ഇബ്രാഹിം ഖലീലുർ റഹ്മാൻ സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉൽഹിയത്ത് നൽകി അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത ആടിനെ. അതാണ് ആദ്യത്തെ ഉൽഹിയത്തിന്റെ അറവ്. അത് ഓർമ്മക്ക് വേണ്ടി പിൽക്കാലത്ത് ആയിരക്കണക്കായ കൊല്ലം ആ ആടിൻ്റെ കൊമ്പും തോലുമെല്ലാം കഅബാലയത്തിൽ സൂക്ഷിച്ചു. ആയിരക്കണക്കായ കൊല്ലം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ്. കഅബാലയത്തിൽ ആയിരക്കണക്കായ കൊല്ലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രത്യേകമായ ലോകത്ത് നിന്ന് ഇറക്കിക്കൊടുത്ത ആട്. ആ ആടിൻ്റെ ഉൽഹിയത്താണ് ആദ്യത്തെ ഉൽഹിയത്ത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉൽഹിയത്തും. ആടിനെ ഉൽഹിയത്തറുത്തു സയ്യിദുനാ ഖലീലുർ റഹ്മാൻ സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. BC ലഭ്യമായ ചരിത്രമനുസരിച്ച് BC 1822 സയ്യിദ് ഇബ്രാഹിം തങ്ങളുടെ വഫാത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. BC 1822. BC 1997 ജനനം. BC 1822 വഫാത്ത് സയ്യിദുനാ ഇബ്രാഹിം. ലഭ്യമായ കോമൺ ഹിസ്റ്ററി അനുസരിച്ച് ലഭ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട താരീഖ്. അപ്പം അതെന്നോ അല്ല, 4000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് സംഭവം. ആദ്യത്തെ ഉൽഹിയത്ത്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ആ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ആ ആടിൻ്റെ കൊമ്പും തോലും എല്ലാം കഅബാലയത്തിൽ കെട്ടിത്തൂക്കി. ആയിരക്കണക്കായ കൊല്ലം. പിന്നീട് അത് നഷ്ടപ്പെട്ടു പോയി. ആ ഓർമ്മയാണ് ഇന്നത്തെ ഉൽഹിയത്ത്. ആ ഓർമ്മയാണ്. അപ്പൊ ഈ ഈദുൽ അദ്ഹ ഉൽഹിയത്തിന്റെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ആ ഉൽഹിയത്ത് ഇന്ന് നടത്തുന്ന ഉൽഹിയത്ത് അല്ല, ഇന്ന് നടത്തേണ്ട ഉൽഹിയത്താണ്. പക്ഷേ അതൊരു ഓർമ്മയെ അവലംബിച്ച് നടത്തുന്നതാണ്. ഏതാണ് ആ ഉൽഹിയത്ത്? ഒരു കൊടുത്തത് റബ്ബ് തന്നെ, സ്വീകരിച്ചതും റബ്ബ് തന്നെ, കൽപ്പിച്ചതും റബ്ബ് തന്നെ, ഒരു നൽകിയതും റബ്ബ് തന്നെ. ആദ്യത്തെ ഉൽഹിയത്തിന്റെ ആടിനെ കൊടുത്തത് ആരായിരുന്നു? സയ്യിദുനാ ഇബ്രാഹിം നബിക്ക് അത് കൊടുത്തത് ആരാണ്? റബ്ബുനാ ജല്ല വഅല സുബ്ഹാനഹു വ തആല അവൻ തന്നെ കൊടുത്തു, ഇറക്കിക്കൊടുത്തു, മലായിക്കത്ത് ഇറക്കിക്കൊടുത്തു. അങ്ങനെയാണ് ആദ്യത്തെ ഉൽഹിയത്ത്. അതാണ് ആദ്യത്തെ ഉൽഹിയത്ത്. അപ്പോൾ ഇപ്പോഴത്തെ ഈദുൽ അദ്ഹ, ഇപ്പോഴത്തെ ബലി അതിൻ്റെ ഓർമ്മയാണ്. فلما بلغ معه السعي قال يا بني إني رأى في المنام أني أذبحك. എവിടെയാണ് ആയത്ത്? എടുക്ക് മുസാഫ് എടുക്ക്, വേഗം എടുക്ക് പെട്ടെന്ന്, ഒരു മിനിറ്റ്. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. فلما أسلما وتله للجبين
وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم وتركنا عليه في الآخرين سلام على إبراهيم وفديناه بذبح عظيم. പിന്നെ വലിയ ഒരുവിനെ മഹത്തായ ഒരു ബലിക്ക് അല്ലാഹു തആല അവസരം ഉണ്ടാക്കി കൊടുത്തു. ആർക്ക്? നാം തന്നെ. വഫദൈനാഹു ബിദ്ബിഹിൻ അളീം. നല്ല ഒരു ഉരുവിനെ, ഒരു മഹത്തായ അറവിന് സൗകര്യം ചെയ്തു കൊടുത്തു നാം തന്നെ. ആർക്ക്? ഇബ്രാഹീമിന്. വതറക്ന അലൈഹി ഫിൽ ആഖിരിൻ. പിൻകാലഘട്ടത്തിൽ അത് ആ ഓർമ്മ നിലനിർത്തുകയും ചെയ്തു. അപ്പം ഇന്ന് ബലി നടത്താം. ബലി നൽകുന്നവർക്ക് എത്രയായാലും ബലി നൽകാതിരിക്കാൻ കഴിയില്ല. പിൽക്കാലഘട്ടത്തിൽ അതൊരു ഉഷിറായിട്ടും ഒരു ദുരഭിമാനമായിട്ടും ഒക്കെ മാറുന്നുണ്ടെങ്കിൽ പോലും മുഖ്ലിസീങ്ങളായ നല്ലൊരു ശതമാനം ഇന്നുമുണ്ട്. ബലി നൽകിയിട്ടില്ലെങ്കിൽ, ബലിയിലൊരു ഓരെങ്കിലും കൂടിയില്ലെങ്കിൽ കഴിയില്ല. കടുകടുത്ത ദാരിദ്ര്യം വന്ന കൊല്ലം എൻ്റെ വല്യമ്മയും വല്യപ്പയും, അതൊരു എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അതൊരു 45 കൊല്ലത്തിന് അപ്പുറത്തുള്ള സംഭവമാണ്. 45-50 അടിയിലാണ് ആ ഓർമ്മ. ഒരു കടുത്ത ദാരിദ്ര്യം വന്ന വർഷം വല്യമ്മക്കും വല്യപ്പാക്കും ഉളഹയത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു കരക്കാർ കൂടിയിട്ട് 4, 6, 7 ആളുകളൊക്കെ അങ്ങനെ ചെയ്യും. ചിലപ്പോൾ സ്വന്തം കന്നുകുട്ടീനെ പോറ്റിയിട്ട് വളർക്കും, ചിലപ്പോൾ ഓരി കൂടും. ആ കരയിൽ അങ്ങനത്തെ ദാരിദ്ര്യമുള്ള കാലമാണല്ലോ. ഇപ്പോൾ ഒരു കൊല്ലം കടുത്ത ദാരിദ്ര്യമാണ്. ആ കടുത്ത ദാരിദ്ര്യത്തിൽ ഉളഹയത്തിൽ കൂടാൻ വല്യമ്മയും ഊരി കൂടും, വല്യപ്പയും ഊരി കൂടും. രണ്ടും ഒരു സ്ഥിരം വീട്ടിൽ നിന്നുണ്ടാവും. ഞാൻ എൻ്റെ ഓർമ്മയെന്ന് പറയാം. എൻ്റെ വല്യമാൻ വല്യപ്പ എന്ന് ഞാൻ പറയുന്ന ഇത് എൻ്റെ വല്യമ്മ, എൻ്റെ ബാപ്പാടെ ഉമ്മയെ ഞാൻ കണ്ടിട്ടില്ല. ബാപ്പ കുട്ടിയാവുമ്പോൾ തന്നെ വല്യമ്മ മരിച്ചിട്ടുണ്ട്. ബാപ്പാടെ ഉമ്മ എൻ്റെ വല്യമാന്ന് ഞാൻ വല്യപ്പ എന്ന് ഞാൻ സ്ഥിരമായി ക്ലാസ്സുകൾ പറയുന്നത് എൻ്റെ ഉമ്മാടെ ബാപ്പയും ഉമ്മാടെ ഉമ്മയാണ്. ഉമ്മാടെ ബാപ്പ വലിയൊരു ഖാദിമുൽ ഖുർആനായിരുന്നു. എപ്പോഴും ഖുർആൻ ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളായിരുന്നു വല്യപ്പ. വല്യപ്പ ഒരു മൊല്ലാക്കയാണ്. ചെറിയ ജീവിത സൗകര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. ഒരു മൊല്ലാക്ക എന്ന് പറയുന്ന ഒരാളായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ്റെ വല്യപ്പയാണ്. അതിന് പകരം ഒരാളെ എൻ്റെ ആയുസ്സിൽ ഇന്ന് വരെ കണ്ടിട്ടുമില്ല. അപ്പോൾ ഒരു വർഷം എൻ്റെ ഓർമ്മയെന്ന് പറയാം, വല്യപ്പാനെ പാമ്പ് കടിച്ചിട്ട് പാമ്പ് ചത്ത സംഭവമൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ സത്യത്തിൻ്റെ സത്യമാണ്. അത്രയും സാലിഹായ മനുഷ്യനായിരുന്നു, വലിയ സാലിഹായ മനുഷ്യനായിരുന്നു. അവരെയൊക്കെ ദുആയിൽ ബർക്കത്തായിരിക്കാം നമ്മൾ ഈ ഇരിക്കാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കും. അള്ളാഹു ഒരു ദർജയേറ്റി കൊടുക്കുകയും അവർക്ക് വലിയ റഹ്മത്ത് അള്ളാഹു തആല ബർസഖി ലോകത്ത് അവർക്ക് നൽകുകയും ഉത്തമ പിൻഗാമികളാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. അപ്പോൾ ഒരു വർഷം കടുത്ത ദാരിദ്ര്യം കൊണ്ട് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ വലിയ അങ്ങനെ ഖേദം പറയും, ഇനി എന്തൊക്കെ മുസീബത്താണ് കൊല്ലം ഉണ്ടാകുക. കൊല്ലം ഓരി കൂടാൻ കഴിഞ്ഞില്ല, ഉപ്പാക്കും കഴിഞ്ഞിട്ടില്ല. എന്താണാവോ പഠിച്ചോനെ, ഉപ്പ കൂടിയൊന്നും എനിക്കറിയില്ല. ഏതായാലും ഒരു ഓരി അന്ന് മുടങ്ങിയിട്ടുണ്ട്. ഇനി 2 ഓരി മുടങ്ങിയതാണോ ഒരു ഓരി മുടങ്ങിയെന്നോ അറിയില്ല. വല്യമ്മ അങ്ങനെ പറയും, ഇനിയിപ്പോൾ എന്തൊക്കെ മുസീബത്താണ് ഇക്കൊല്ലം ഉണ്ടാകുന്ന അറിയില്ല പഠിച്ചോനെ. ഇക്കൊല്ലത്തെ ഉളിയത്ത് മുടങ്ങിയല്ലോ. അതവർക്ക് ആ ഓർമ്മ പുതുക്കാൻ കഴിയാത്ത വിഷമം. ആരുടെ ഓർമ്മ? ആര് പറയാം മക്കളെ, ആരുടെ ഓർമ്മ? ഖലീലുർ റഹ്മാൻ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ഓർമ്മയെ വാജിബാക്കിയിട്ടുണ്ട് ചില ഇമാമിങ്ങൾ ഇസ്തിതാഅത്തുണ്ടെങ്കിൽ. വമിൻഹും ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്ത് അൻ-നുഅ്മാൻ അൽ-കൂഫി റളിയല്ലാഹു അൻഹു. അവരുടെ വീക്ഷണപ്രകാരം ഉളുഹിയത്ത് വാജിബാണ്, ഇസ്തിതാഅത്തുള്ളവന് വാജിബാണ്. ഇതാണ് അവരുടെ വീക്ഷണം. ഇമാം ശാഫിഈ തങ്ങൾക്ക്, ഇമാമുൽ അഅ്ലം ഇമാം ശാഫിഈ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണപ്രകാരം സുന്നത്ത് മുഅക്കദത്താണ്. എന്നാൽ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്ത് അൻ-നുഅ്മാൻ അൽ-കൂഫി തങ്ങളുടെ വീക്ഷണപ്രകാരം വാജിബാണ്. ഹബീബായ റസൂലുള്ളാഹിക്ക് ആയുസ് മുഴുവനും ഉളുഹിയത്ത് വാജിബാണ്. വിത്ർ വാജിബാണ്, ഉളുഹിയത്ത് വാജിബാണ്.
നിങ്ങൾക്ക് സുന്നത്താക്കിയത് അള്ളാഹു എനിക്ക് വാജിബാക്കിയിട്ടുണ്ടെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് ഉളുഹിയത്താണ്. ഉളുഹിയത്ത് റസൂലുള്ളാഹിക്ക് വാജിബാണ്, അറക്കാത്തൊരു വർഷമില്ല. മനസ്സിലായില്ല? ആ ഓർമ്മ പുതുക്കൽ നിർബന്ധം. പിൽക്കാജലതയിൽ ആ സത്യം, ആ സുന്നത്ത് നാം നിലനിർത്തുകയും നിലനിർത്തി ഉപേക്ഷിച്ചു. അതായത് ഇനി ലോകാവസാനം വരെയുള്ള ജനങ്ങൾ ആ ഓർമ്മ പുതുക്കണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഈ ഫദൈനാഹു ബിദിബിഹിൻ അലീം നടന്നത് 4000 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇന്ന് നടക്കുന്നത് അതിൻ്റെ ഇന്ന് നടക്കുന്ന അതിൻ്റെ ഓർമ്മക്ക് വലിയ വിലയുണ്ട്. എന്തും ആ ആടിനെ ഓർക്കൽ, ആടിനെ അറക്കുന്നത് ഓർക്കൽ. നമ്മളൊരു ആടിനെ കണ്ണിനെ വാങ്ങുമ്പോൾ നമ്മൾ ആ ഓർമ്മ, അള്ളാഹു കൊടുത്ത ആ ഒരു ഉരുവിൻ്റെ ഓർമ്മയാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അതിനോടാണ് കനിവ് കാണിക്കുക. അതിനെ തേച്ച് കുളിപ്പിക്കും, അതിനെ എണ്ണ തേക്കും. എന്തുകൊണ്ട്? ഇതൊരു ആദ്യത്തെ ഉരുവിൻ്റെ ഓർമ്മയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? വളരെ പ്രയാസമില്ലാതെ ഉരുവിനെ അറക്കും. കത്തിക്ക് നല്ല പോലെ മൂർച്ച കൂട്ടും. ഇതുകൊണ്ട് ഇതിനൊരു ഓർമ്മയുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അതിന് കാരണമുണ്ട്. വേറെ അറക്കാൻ കൊണ്ടുപോയത് സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്. ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. അതിന് ഫിദിയയാണിത്. അത് നടന്നിരുന്നുവെങ്കിൽ ലോകാവസാനം വരെയുള്ളവർ അവരെ മക്കൾ അറക്കേണ്ടിയിരുന്നു. അത് നടന്നില്ല. ഫിദിയയാണ് നടന്നത്. ഫദൈനാഹു ബിദിബിഹിൻ അലീം. അതിന് ദണ്ഡമായി അള്ളാഹു തന്നെ ഇറക്കിക്കൊടുത്ത ഉരുവിനെയാണ് അറുത്തത്. അപ്പോൾ ആ ദണ്ഡമാണ് നമ്മൾ നടത്തേണ്ടത്. നമ്മൾ ആരും കത്തിയും കൊണ്ട് മക്കളെ കഴുത്തിലേക്ക് ചെല്ലേണ്ട. എന്തുകൊണ്ട്? അങ്ങനെ കർമ്മം നടന്നിട്ടില്ല. കൽപ്പിച്ചു, പക്ഷേ അതൊരു പരീക്ഷണം മാത്രമായിരുന്നു. എന്നാൽ അറിവ് നടത്തി അതാരെയാണ്? മനസ്സിലായില്ലേ? കുട്ടിയെ ചരിച്ചു കിടത്താതെയല്ല. പക്ഷേ എന്തിനു കഴിഞ്ഞില്ല? അറക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഇബ്രാഹിം സ്വപ്നം യാഥാർത്ഥ്യമാക്കി താങ്കൾ, മതി. അപ്പൊ ആ ഓർമ്മ, ഇപ്പൊ ഓർമ്മ ആ ദിബുഹുൻ അലീമിന്റെ ഓർമ്മയാണ്. ആ ഓർമ്മയിലാണ് നമ്മൾ എത്ര വില കൊടുത്തും ഉരുവിനെ വാങ്ങണത്.